ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോ ഇൻഫർമാറ്റിക്സുമായി ബന്ധപ്പെട്ട സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് എന്ന ടോപ്പിക്കാണ്. ബയോ ഇൻഫർമാറ്റിക്സിലെ സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് എന്ന ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം എന്താണ് സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് എന്ന്. സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സീക്വൻസ് സിമിലാരിറ്റീസ്. നമ്മൾ ഒരു ബയോളജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സീക്വൻസുകളെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് സീക്വൻസുകൾ തമ്മിലുള്ള സിമിലാരിറ്റികൾ, രണ്ടോ ചിലപ്പോൾ അതിൽ കൂടുതലോ ആയിരിക്കാം, ഇങ്ങനെ നമ്മുടെ കൈവശമുള്ള സീക്വൻസുകളുടെ സിമിലാരിറ്റികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സീക്വൻസ് സിമിലാരിറ്റി സെർച്ച് എന്ന്. ഈ സീക്വൻസ് സിമിലാരിറ്റി സെർച്ചുകൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടെണ്ണമാണ് ഇന്ന് നോക്കുന്നത്. അതിലാദ്യത്തേതാണ് പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ്. പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ബയോളജിക്കൽ സീക്വൻസുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ള രണ്ട് ബയോളജിക്കൽ സീക്വൻസുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന്, അവരുടെ സിമിലാരിറ്റികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് ഇവരുടെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നതിന് കുറച്ച് സമയം കൂടുതൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റിൽ വരുന്ന രണ്ട് ടൈപ്പാണ്. അവയാണ് ഗ്ലോബലും ലോക്കലും. ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഫുൾ ലെങ്ത് സീക്വൻസിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഒരു അലൈൻമെൻറ്റ് കണ്ടെത്തിയത് നീഡിൽമാൻ വൗച്ച് അൽഗോരിതം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ലോക്കൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പാർഷ്യൽ സീക്വൻസുകളെയാണ് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അലൈൻമെൻറ്റ് ഓഫ് പാർഷ്യൽ സീക്വൻസസ് ആണ് ലോക്കൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. സ്മിത്ത് വാട്ടർമാൻ അൽഗോരിതമാണ് ഇതിൽ വരുന്ന എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ സീക്വൻസ് അലൈൻമെൻറ്റ് പ്രോഗ്രാംസ്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാലഘട്ടം വരെ ഉള്ള സമയത്ത് ഉണ്ടായി വന്നിട്ടുള്ള പലതരത്തിലുള്ള സീക്വൻസ് അലൈൻമെൻറ്റ് പ്രോഗ്രാംസിൻ്റെ പേരുകളും അവ ഏതൊക്കെ വർഷമാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1970 ഡെവലപ്പ് ചെയ്ത് വന്ന ഒന്നാണ് നീഡിൽമാൻ വൗച്ച് ഗ്ലോബൽ അലൈൻമെൻറ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. ഗ്ലോബൽ അലൈൻമെൻറ്റും ലോക്കൽ അലൈൻമെൻറ്റും ഉണ്ടെന്ന് പറഞ്ഞതാണ്. അതിൽ വരുന്ന നീഡിൽമാൻ വൗച്ച് ഗ്ലോബൽ അലൈൻമെൻറ്റ് അൽഗോരിതം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് 1970 ഇനി അതിനുശേഷം 1981 ഡെവലപ്പ് ചെയ്തതാണ് സ്മിത്ത് വാട്ടർമാൻ ലോക്കൽ അലൈൻമെൻറ്റ് അൽഗോരിതം. സ്മിത്ത് വാട്ടർമാൻ ലോക്കൽ അലൈൻമെൻറ്റ് അൽഗോരിതം ഡെവലപ്പ് ചെയ്തത് 1981. 1988 ഡെവലപ്പ് ചെയ്തതാണ് ഫാസ്റ്റ എന്ന് പറയുന്നത്. ഇത് പിയേഴ്സണും ലിപ്മാനും ചേർന്നിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇനി അതിനുശേഷം 1990s ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തു. ഈ ബ്ലാസ്റ്റ് തന്നെ പല തരത്തിലുണ്ട്. അതായത് ബ്ലാസ്റ്റ് ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ തന്നെ പല വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് 1995 ഡെവലപ്പ് ചെയ്ത് വന്ന WU ബ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം 1996 ബ്ലാസ്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും കൂടി വന്നു. അതിനുശേഷം 1997 ഡെവലപ്പ് ചെയ്ത് വന്ന രണ്ടെണ്ണമാണ് PSI ബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നതും NCBI ബ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്നതും. ഇനി 1998 വന്നതാണ് ഒന്ന് ഫാസ്റ്റ 3 എന്ന് അറിയപ്പെടുന്നതും അതുപോലെ തന്നെ PHI ബ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്നതും. 2000 ഡെവലപ്പ് ചെയ്തതാണ് മെഗാ ബ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാസ്റ്റ. ഫാസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഓൾ എന്നാണ് അറിയപ്പെടുന്നത്. WR പിയേഴ്സണും DJ ലിപ്മാനും ചേർന്നിട്ട് 1988 ഡെവലപ്പ് ചെയ്ത ഒരു അലൈൻമെൻറ്റ് ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് ഫാസ്റ്റ എന്ന് അറിയപ്പെടുന്നത്. ഫാസ്റ്റ് സീക്വൻസ് അലൈൻമെൻറ്റ് അൽഗോരിതമാണ് ഫാസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്.
അതുപോലെ തന്നെ ഈ ഫാസ്റ്റ എന്ന് പറയുന്നത് തന്നെ പലതരത്തിൽ, ഫാസ്റ്റയ്ക്ക് തന്നെ പല വേരിയൻറ്റുകളും പിന്നീട് വന്നു. അതിലൊന്നാണ് ഫാസ്റ്റ് എ എന്ന് അറിയപ്പെടുന്നത്. ഈ ഫാസ്റ്റ് എ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്നത് എപ്പോഴും കുറേ സീക്വൻസ് ഓഫ് സെയിം ടൈപ്സ്, അതായത് ഒരേ തരത്തിലുള്ളവരുടെ കുറേ സീക്വൻസുകൾ. നമ്മുടെ കയ്യിൽ കമ്പയർ ചെയ്യാൻ 2 കുറേ സീക്വൻസുകൾ ഉണ്ടെങ്കിൽ ആ 2 കുറേ സീക്വൻസുകളും ഒരേ ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അങ്ങനെ ഉള്ളവരുടെ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫാസ്റ്റ് എ എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് ഫാസ്റ്റ് എക്സ് എന്ന് പറയുന്നത്. ഇത് കമ്പയർ ചെയ്യുന്നത് ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോറ്റൈഡ് കൊറിയയും അതിനോടൊപ്പം ഒരു പ്രോട്ടീൻ സീക്വൻസിനെയുമാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ഫാസ്റ്റ് വൈ എന്ന് പറയുന്നത് DNA സീക്വൻസിനെയും പ്രോട്ടീൻ സീക്വൻസിനെയുമാണ് കമ്പയർ ചെയ്യുന്നത്. ഫാസ്റ്റ് എസ് എന്നറിയപ്പെടുന്നത് ഷോർട്ട് പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റുകളെയും പ്രോട്ടീൻ സീക്വൻസുകളെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലോക്കൽ അലൈൻമെൻറ്റ് സെർച്ച് ടൂളാണ് ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്ററാണ്. അതായത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പെട്ടെന്ന് നടക്കുന്നതാണ്. ഫാസ്റ്റയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് സ്പീഡ് കൂടിയതാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്കിന്. അതുപോലെ തന്നെ ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്. ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ കമ്പാരിസൺ ഓഫ് പ്രൈമറി ബയോളജിക്കൽ ഡേറ്റ. അതായത് പ്രൈമറി ബയോളജിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസസ് ഇൻ DNA, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഇൻ പ്രോട്ടീൻസ്. ഒരു പ്രോട്ടീനകത്തിലുള്ള അമിനോ ആസിഡിൻ്റെ സീക്വൻസുകളെയും അതുപോലെ തന്നെ DNA നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസുകളെയും ഒക്കെ കമ്പയർ ചെയ്യാൻ, അതായത് പ്രൈമറി ബയോളജിക്കൽ ഡേറ്റയുടെ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റിന് തന്നെ നമ്മൾ ഫാസ്റ്റയിൽ പറഞ്ഞതുപോലെ തന്നെ കുറേ വേരിയൻസ് ഉണ്ട്. ബ്ലാസ്റ്റ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയോറ്റൈഡ് കൊറിയയും അതിനോടൊപ്പം നമുക്ക് അറിയാവുന്ന ഒരു ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിനെയുമായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇനി ബ്ലാസ്റ്റ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കൊറിയയും പ്രോട്ടീൻ സീക്വൻസിനെയുമാണ് കമ്പയർ ചെയ്യുന്നത്. അതിൽ പ്രോട്ടീൻ കൊറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യാത്തൊരു സീക്വൻസ്. എപ്പോഴും നമ്മൾ കൊറി എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ വയ്യാത്ത, അതായത് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സീക്വൻസിനെയാണ് നമ്മൾ കൊറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രോട്ടീൻ കൊറിയയും അതോടൊപ്പം ഒരു നോൺ ആയിട്ടുള്ള പ്രോട്ടീൻ സീക്വൻസിനെയുമാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ബ്ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോറ്റൈഡ് കൊറിയയും പ്രോട്ടീൻ സീക്വൻസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ടി ബ്ലാസ്റ്റ് എൻ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ടി ബ്ലാസ്റ്റ് എൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ കൊറിയയും ഒരു ട്രാൻസ്ലേറ്റഡ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിനെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി PSI ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ഓഫ് പ്രോട്ടീൻസിനെയാണ് കമ്പയർ ചെയ്യുന്നത്. PSI ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ഓഫ് പ്രോട്ടീൻസിനെ കമ്പയർ ചെയ്യുന്നു. മെഗാ ബ്ലാസ്റ്റ് 2000 ഡെവലപ്പ് ചെയ്ത് വന്ന മെഗാ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ലാർജ് നമ്പർ ഓഫ് ഇൻപുട്ട് സീക്വൻസസ്. ഒരുപാട് ഇൻപുട്ട് സീക്വൻസുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ മെഗാ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് 2000-ലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു സീക്വൻസ് അലൈൻമെൻറ്റുകൾ 2 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. അതിലൊന്നായിരുന്നു പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ്. അത് പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് 2 പേരെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി രണ്ടാമത്തതാണ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് 2-ൽ കൂടുതൽ ആളുകളുണ്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് for comparison of one unknown sequence with more than 2 known sequences or group of sequences. 2-ൽ കൂടുതൽ ആളുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. അതിൽ ഒരാൾ നോൺ സീക്വൻസ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ കമ്പാരിസൺ ഓഫ് 1 അൺനോൺ സീക്വൻസും അതോടൊപ്പം തന്നെ മോർ ദാൻ 2 നോൺ സീക്വൻസുകളെ തമ്മിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് അതായത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ഫൈലോജനറ്റിക് ട്രീയുടെ നിർമ്മാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സീക്വൻസ് പ്രൊഫൈലിങ്ങിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അതായത് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റിൽ വരുന്ന അതിൻ്റെ എക്സാമ്പിളാണ് ക്ലസ്റ്റാൽ എന്ന് അറിയപ്പെടുന്നത്. ക്ലസ്റ്റാൽ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് DG ഹിഗ്ഗിൻസും അതുപോലെ തന്നെ PM ഷാർപ്പും ചേർന്നിട്ട് 1988 ഈ ക്ലസ്റ്റാലിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രോഗ്രസീവ് അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്. അതായത് സിമിലർ സീക്വൻസുകളെ നമ്മൾ ആദ്യം തുടക്കത്തിലും അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള സമയത്താണ് നമ്മൾ ഡിസിമിലർ സീക്വൻസുകളെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം ക്ലസ്റ്റാൽ ഡെവലപ്പ് ചെയ്തത് DG ഹിഗ്ഗിൻസും PM ഷാർപ്പും ചേർന്നിട്ടാണ്. ഇതിലൊരു പ്രോഗ്രസീവ് അൽഗോരിതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സിമിലർ സീക്വൻസുകളെ തുടക്ക സമയത്തും അതിനുശേഷം നമ്മൾ ഡിസിമിലർ സീക്വൻസുകളെയുമാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നതാണ് ക്ലസ്റ്റാൽ Wയും ക്ലസ്റ്റാൽ Xും. ക്ലസ്റ്റാൽ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ പേരാണ് ക്ലസ്റ്റാൽ X എന്ന് അറിയപ്പെടുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ അതിൻ്റെ വിൻഡോയാണ് എന്തെന്ന് പറയുന്നത് ക്ലസ്റ്റാൽ X എന്ന് അറിയപ്പെടുന്നത്. ഇനി ക്ലസ്റ്റാൽ W എന്ന് പറയുന്നത് ഇത് റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതായത് ഒരു ഫസ്റ്റ് മൾട്ടിപ്പിൾ അലൈൻമെൻറ്റ് സീക്വൻസ് പ്രോഗ്രാം ഇൻ ദ വേൾഡ് ആണ് ക്ലസ്റ്റാൽ W എന്ന് അറിയപ്പെടുന്നത്. അപ്പം ക്ലസ്റ്റാൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അലൈൻമെൻറ്റ് സീക്വൻസ് ആണ്. ഇത് വർക്ക് ചെയ്യുന്ന അതിൻ്റെ വിൻഡോയ്ക്ക് പറയുന്ന പേര് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് ക്ലസ്റ്റാൽ X എന്നറിയപ്പെടുന്നത്. ഇനി ഇത് റൺ ചെയ്യുന്ന അതിൻ്റെ ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ക്ലസ്റ്റാൽ W എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ക്ലസ്റ്റാൽ W എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടിപ്പിൾ അലൈൻമെൻറ്റ് സീക്വൻസ് പ്രോഗ്രാമാണ് എന്ത് ക്ലസ്റ്റാൽ W. ഈ ക്ലസ്റ്റാൽ Wയിൽ ഒരു സിമ്പിൾ ടെക്സ്റ്റ് മെനു സിസ്റ്റമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കിയത് സീക്വൻസ് പ്രൊഫൈലിംഗ്. അതിനകത്തിൽ 2 തരത്തിലുള്ളത് നമ്മൾ പറഞ്ഞു. പെയർ വൈസ് സീക്വൻസ് അലൈൻമെൻറ്റും ഉണ്ട്, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റും ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.